പോവേ, നിന്നൊക്കെ കൊല്ലൂടി. നീ അല്ലടി പറഞ്ഞേ പുള്ളിക്ക് മലയാളം അറിയില്ലാന്ന്. എടി പുള്ളി തമിഴായിരുന്നു സംസാരിച്ചോണ്ടിരുന്നേ, ഇങ്ങർക്ക് മലയാളം അറിയാന്ന് ആരെ കണ്ടടി? എന്റെ ദൈവം, ഇത് പണിയാകും. എടി ഇനി വല്ല സീനിയർ എങ്ങാനാണോ? അയ്യോ സീനിയറാ? ഞാൻ നിർത്തി. ഞാനിനി കോളേജിൽ പഠിക്കുന്നില്ല. ഓ എന്റെ ഗൗരി, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, അത് ഒരു വഴിയുണ്ട്. എന്ത് വഴി? പുള്ളിയോട് പോയി പറയണം ഞങ്ങളൊരു ഡയറി ചെയ്തതാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാന്ന്. ആ ബെസ്റ്റ്. എടി അതിൽ ഈ കോളേജിൽ എന്തോരം ഡിപ്പാർട്ട്മെന്റാ ഉള്ളേ? ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്, ഫാർമ ഡിപ്പാർട്ട്മെന്റ്, ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സിവിൽ ഡിപ്പാർട്ട്മെന്റ്, മെക് ഡിപ്പാർട്ട്മെന്റ്, ട്രിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, CS ഡിപ്പാർട്ട്മെന്റ്, ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ നേഴ്സിംഗോ, ഇനിയും വേറെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അയ്യോ, ഇതിന്നൊക്കെ എവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കാനാണ് പുള്ളിനെ? അതൊന്നും ഓർത്ത് നിങ്ങളിപ്പോ ടെൻഷൻ ആവണ്ട, അതൊക്കെ ഞാൻ സെറ്റ് ആക്കിക്കോളാം. അയ്യോ എനിക്ക് വയ്യ. മേലെ ഇരുന്നൊരു തമിഴ് പാമ്പിനെ അടുത്ത് നീയൊക്കെ എന്റെ തലയിൽ വെച്ചപ്പോ നിനക്കൊക്കെ മതിയായില്ലടി. ഞാൻ അപ്പഴേ പറഞ്ഞായി പുല്ലൊന്നും വേണ്ടാന്ന്. ഇതിന്റെ പേരിൽ എന്തേലും പ്രശ്നം വന്നാ എല്ലാത്തിനും ഞാൻ ശരിയാക്കും. ശ്രീ, ഞങ്ങൾ കേട്ടത് ശരിയാണോ? നിന്നൊരു പെണ്ണ് വന്ന് പ്രപ്പോസ് ചെയ്താ? സത്യമാണോടാ? ആരാണ് അവള്? ആരാ സത്യടാ? നിങ്ങളൊക്കെ ഇന്നലെ ക്യാൻറ്റീനിലേക്ക് പോയില്ലേ? ഞാനവിടെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ആ കൊച്ചു തന്നെ പ്രപ്പോസ് ചെയ്തത്. பாவி, நீ தானே இதெல்லாம் சொல்லி கொடுத்தது. சத்தியமா அந்த பொண்ணு யாருன்னு எனக்கு தெரியாதுடா. അതാരാടാ ശ്രീ? നിനക്കറിയാത്തൊരു പെണ്ണ്? சத்தியமா உண்மைதான் நான் சொன்னது. உங்ககிட்ட எல்லாம் வந்து நான் எதுக்கு போய் பேசணும்? சத்தியமா அந்த பொண்ணு யாருன்னு எனக்கு தெரியாதுடா. ശരി ശരി ശരി, എന്താണെങ്കിലും എന്ത് ക്യൂട്ടാണ് ആ കൊച്ചിനെ കാണാൻ. ഒരു മാലാഖിനെ പോലെ ഉണ്ടായിരുന്നു. ശരിക്കും? എങ്കിൽ നമുക്ക് ഇവനൊന്ന് ആലോചിച്ചാലോ? എന്തായാലും ആ കൊച്ചു ഇങ്ങോട്ട് വന്ന് പറഞ്ഞല്ലേ. അത് ശരിയാ, ഇവന്റെ ഈ കരിമ്പാറ മനസ്സ് നിറക്കാൻ ഇങ്ങനെ ഒരു കൊച്ചു വേണം. നമുക്കിതൊന്ന് ഉറപ്പിക്കണം. வாய் மூடியாட எல்லாரும். இனிமே என்கிட்ட பொண்ணு விஷயம் பேசாத. இனி எவனாவது அந்த பொண்ணோட விஷயம் சொல்லி என்கிட்ட வந்த மகனை தொலைச்சுடைய பாத்துக்கோ. ഇവന്റെ ഈ സ്വഭാവം വെച്ചിട്ട് ഒരു പ്രേമം സെറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അവൾ ആരാടാ? അതെ, ആ പെണ്ണ് ഏതാടാ? കാണിച്ചു തന്നെ. എനിക്കറിയത്തില്ല. നീ അല്ലാണ്ട് പൊട്ടാകുന്ന അവളെ കണ്ടത്. എടാ, കണ്ടു എന്നുള്ള നേരാ, പക്ഷെ ആ പെണ്ണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, എവിടെ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. ബെസ്റ്റ്. ഇനി ആ പെണ്ണിനെ എവിടെ പോയി തപ്പി കണ്ടുപിടിക്കാനാണ്? സാരില്ല, നിനക്ക് എന്തായാലും അവളെ കണ്ടാ മനസ്സിലാവുമല്ലോ. വാ, നമുക്ക് എന്തായാലും പോയി നോക്കാം. എടി, നീ എവിടെ പോയിരിക്കുവായിരുന്നു? ഞാൻ എത്ര വട്ടം വിളിച്ചതല്ലേ? ഞാനൊന്ന് ഓഡിറ്റോറിയം വരെ പോയതാ, പ്രാക്ടീസ് ചെയ്തായിരുന്നു. എന്താടി, എന്താ കാര്യം? എടി, അത് ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം? എന്ത് പ്രോബ്ലം? കാര്യം പറയുന്നതാണെന്ന്. എടി, അത് ശ്രീന് ഒരു പെണ്ണ് വന്ന് പ്രപ്പോസ് ചെയ്തടി. അതേടി, സത്യം പറയുന്ന ഞാൻ. ആരാള്? കാണിച്ച് താഴ്ന്നിട്ടവളെ. എടി, അത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ആ കൊച്ചു ജൂനിയർ ആണെന്നാ. ഓ ഷിറ്റ്, അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ശ്രീനെ വന്ന് പ്രപ്പോസ് ചെയ്തേ. അവളെ കാണാൻ എങ്ങനെയാ? സത്യം പറയാലോ, അതൊരു മാലാഖിനെ പോലെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടാ. എടി, ഇനി ശ്രീക്കും ആ കൊച്ചിനോട് ഇഷ്ടം ഉണ്ടാകുമോ? ഓ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. കാണിച്ചതാ, നിനക്കവളെ കണ്ടാ മനസ്സിലായില്ലേ? ശരിയാക്കും ഞാൻ അവളെ. വാ, ഇപ്പൊ തന്നെ എനിക്കവളെ കാണിച്ചതാ. I've tried and tried a million times. Cross my heart and hope to die. Welcome to my dark side. കിട്ടി. പുള്ളിയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. കിട്ടിയോ? ആരാണ്? പുള്ളിയുടെ നെയിം ശ്രീധി കൃഷ്ണ, വയസ്സ് 24, പുള്ളിയുടെ വീട് കാഞ്ചീപുരത്ത്. പിന്നെ പുള്ളിയുടെ അച്ഛൻ തമിഴ്, അമ്മ മലയാളി. പിന്നെ അങ്ങയുടെ വീട്ടിലെ ഫ്രണ്ട്സ് പറയാണ്ട് പുള്ളി ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയടി. എടി, അതാടി ചെറിയൊരു പ്രശ്നമുണ്ട്.
എന്താടി നീ പേടിപ്പിക്കേണ്ട കാര്യം പറ എന്താണത്? എടി അത് ആ ചേട്ടൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാടി, അതായത് നമ്മുടെ സീനിയർ. ഗൗരി, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരു വഴിയുണ്ടെന്ന്. നീ ടെൻഷൻ ആവാതെ, ഇത് നമുക്ക് സെറ്റ് ആക്കാം. അയ്യോ തീർന്നു എല്ലാം തീർന്നു. ഞാൻ നിർത്തി ഞാൻ ഇനി കോളേജ് വരുന്നില്ലേ. എടി സൂസ, ഗൗരി, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഇത് നമുക്ക് സെറ്റ് ആക്കാന്ന്. നിന്റെ ഒരു ഒടുക്കത്തെ വഴി മിണ്ടരുത് നീ കാരണമല്ല. എനിക്ക് വയ്യ, എനിക്ക് പേടിയാവുന്നു. നടന്നത് എന്തായാലും നടന്ന്, എത്ര വേഗം ഇതിന് സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. എടി വേറെ ആരെങ്കിലും ആണെങ്കിലും ഓക്കെ എന്നെങ്കിലും പറയാം. ഇതിപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, അതും നമ്മുടെ സീനിയർ. എനിക്ക് ഓർത്തിട്ട് തന്നെ തല കറങ്ങുന്നടി. എന്റെ അമ്മ അന്ന് അങ്ങനെ കൊന്നില്ലെന്നേ ഉള്ളു. എനിക്ക് വയ്യടി ഇനി അങ്ങനെ മുമ്പിൽ പോവാൻ. എടി അതുകൊണ്ട് തന്നെയാടി പറയുന്നേ, ഇവള് പറഞ്ഞ പോലെ പുള്ളിയുടെ പോയി കാര്യം പറയാം. ഒന്നാമത് നമ്മുടെ സീനിയർ, വേറെ ആരെങ്കിലും ഓക്കേന്ന് പറയാം. ഇത് ഇനി വെച്ചോണ്ടിരുന്ന എന്തെങ്കിലും സീനാകൂടി ഗൗരി. അയ്യോ, അല്ലെങ്കിൽ അന്നെ കൊന്നില്ലെന്നേ ഉള്ളു അങ്ങേര്. എന്തൊരു ദേഷ്യം അറിയാം അങ്ങേർക്ക്. ജീവൻ കൊണ്ടാ ഞാനത് ഓടിയത്. ഗൗരി, നീ ടെൻഷൻ ആവണ്ട, വേറെ വഴിയില്ലടി. എന്തായാലും നമുക്ക് ഇപ്പൊ തന്നെ പറയാം. ആളാരാണ് നമുക്ക് മനസ്സിലായല്ലോ. ഇനി എന്തായാലും വെച്ച് താമസിക്കണ്ട, ഇപ്പൊ തന്നെ കാര്യം പോയി പറഞ്ഞേക്കാം. എടി അത് വേണോ? എനിക്ക് പേടിയാടി അങ്ങേരുടെ അടുത്ത് പോവാൻ. ഇല്ലെങ്കിൽ ശരിയാകത്തില്ല, നീ വന്നേ. ചേട്ടൻ, പുള്ളിയുടെ പേര് ശ്രീദേവ് കൃഷ്ണ. ചെല്ലു പോയി പറ, പോ. എടി അത് ഞാൻ പോണോ? ഗൗരി, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു സിഗ്നൽ വന്നാ മതി. ബെസ്റ്റ്. എന്നിട്ട് ആദ്യമേ നിങ്ങൾക്ക് ഓടാനല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ചെല്ലു, വേഗം പോയി പറഞ്ഞിട്ട് വാ. എന്റെ ദൈവമേ, എന്റെ കൈയും കാലൊക്കെ ഇങ്ങനെ നടന്ന് കിടക്കുന്നേ. കൂൾ ഗൗരി, കൂൾ. നിന്നെ കൊണ്ട് പറ്റും. നോക്കടാ, അതാണ് ഞാൻ പറഞ്ഞ കൊച്ച്. എവിടെ നടന്നു വരുന്നത്? ആ പെണ്ണ്. നീ പറഞ്ഞ ശരിയാ, നല്ല ഭംഗിയുണ്ടല്ലേ കൊച്ചിനെ കാണാൻ. ശ്രീക്ക് ചേരും. അല്ല, ഇവളിതെങ്ങോട്ടേ പോകുന്നേ? എടാ, ശ്രീയുടെ അടുത്തേക്കാടാ. എന്റെ ദൈവമേ, വാടാ നമുക്ക് പോയി എന്താണെന്ന് നോക്കാം. എക്സ്ക്യൂസ് മീ. മറുപടി നീയാ? ഉനക്ക് ക്ലാസ് ഇല്ലടി? എന്നെ വേണം ഉനക്ക്? അത് പിന്നെ ഞാൻ സോറി പറയാൻ വന്നതാ. എതുക്ക് ഇപ്പൊ സോറി சொல்ற? അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതാ. என்னது? இதானே உங்களோட டயர்? இந்த மாதிரி டயரால யார்கிட்டயாவது இனிமே போன? ഇല്ല ഇനി പോകത്തില്ല. അത് ഫ്രണ്ട്സ് നിർബന്ധിച്ചോണ്ടാ. സോറി. നിന്ന് ചെലക്കാണ്ട് ക്ലാസ് പോടി. അതാണ് ഞാൻ പറഞ്ഞ പെണ്ണ്. ശ്രീയോട് സംസാരിക്കുന്നടി. അപ്പൊ ശ്രീക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നേ, അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുവോ? Lost my heart and hope to die. Welcome to my dark side.